നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വയനാട് ലോക്സഭാ മണ്ഡലത്തിനകത്തുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, അതായത് 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 7 നിയോജക മണ്ഡലങ്ങളിലും BJP തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ലഘുലേഖ വിതരണം ചെയ്തത് മുനമ്പം വിഷയം ആരോപിച്ചുകൊണ്ടാണ്. മുനമ്പം വിഷയം ചർച്ച ചെയ്യണമെന്നും കൃത്യമായും വഖഫ് ഭൂമി സാധാരണക്കാരുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയിലേക്ക് വരും എന്നും ഉള്ള ഒരു പ്രചരണമാണ് BJP അഴിച്ചുവിട്ടത്. വാസ്തവത്തിൽ ഏറ്റവും വലിയ വർഗീയ പ്രചരണം വയനാട്ടിൽ പരീക്ഷിച്ച് അത് മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ഡോസാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇനി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൃത്യമായും മലബാർ മേഖലയിൽ ഉപയോഗിക്കാൻ പോകുന്ന BJPയുടെ ഡോസേജാണ്, അതിൻ്റെ സാമ്പിളാണ് വയനാട്ടുകാരിൽ ഇത്തരത്തിലുള്ള വിഷം കുത്തിവെക്കൽ എന്ന് തെളിയുന്ന തരത്തിലേക്കാണ് പോയത്. അതിന് എല്ലാ തരത്തിലും വർഗീയത കളിച്ച് പൂരം കലക്കി നേട്ടം കൊയ്തെടുക്കുന്ന സുരേഷ് ഗോപി വയനാട്ടിൽ എത്തി നവ്യ ഹരിദാസിന് വേണ്ടി തീവ്ര വർഗീയ പ്രചരണമാണ് അഴിച്ചുവിട്ടത്. എല്ലാ തരത്തിലും ഒരു കലാപത്തിന് ആഹ്വാനം കൊടുത്തിരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്കാണ്. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടലംഘനമാണ് സുരേഷ് ഗോപിയും നവ്യ ഹരിദാസുമെല്ലാം വയനാട്ടിൽ നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് കഴിയുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കേണ്ട നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് വൈകിപ്പിക്കുന്നു എന്ന് കോൺഗ്രസ് ചോദിക്കുകയാണ്. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകത്ത് മൗനം പാലിക്കാൻ പാടില്ല. കാരണം മുനമ്പത്തെ വിഷയം അവിടെ വർഗീയ വിഷയമാക്കി മാറ്റി ജനങ്ങൾക്കിടയിൽ ചേരിത്തിരിവുണ്ടാക്കുകയാണ്. ഈ തരത്തിലുള്ള ചേരിത്തിരിവ്, അത് വംശീയതയുടെ പേരും പറഞ്ഞുള്ള ചേരിത്തിരിവ് തന്നെയാണ് BJP മണിപ്പൂരിൽ നടത്തിയത്. മണിപ്പൂരിൻ്റെ സാമ്പിളാണ് വയനാട്ടിൽ പരീക്ഷിച്ചു നോക്കുന്നത്. സമാധാനപ്രിയരായ വയനാട്ടുകാരെ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് BJP. ആ കലാപം അഴിച്ചുവിടാൻ വേണ്ടി എന്ത് രീതിയിലുള്ള വൃത്തികേടും പറഞ്ഞു പ്രചരിപ്പിക്കുക എന്നുള്ളതിൻ്റെ തുടക്കം മാത്രമാണ് ഇത്. ഇതിൻ്റെ ഭാഗമായാണ് നേരത്തെ BJPയുടെ പ്രാദേശിക നേതാവായ B. ഗോപാലകൃഷ്ണൻ അദ്ദേഹം വാവര് സ്വാമിയെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം ഭഗവാൻ അയ്യപ്പൻ്റെ 18-ാം പടിയുടെ താഴെ ഇരിക്കുകയല്ലേ, ഇനി അവിടവും വഖഫ് ഭൂമിയായി ക്ലെയിം ചെയ്യുമോ, അതോടുകൂടി ശബരിമലയിൽ വീണ്ടും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള വലിയ ചോദ്യവുമായി വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ പൊളിറ്റിക്കൽ മൈലേജ് കിട്ടാൻ എന്ത് തരം താഴ്ന്ന പരിപാടിയും BJP കേരളത്തിൽ നടപ്പിലാക്കും. കാരണം അവർക്ക് ഇന്നേ വരെ മതേതര കേരളത്തിനെ ഒന്ന് ഇടിച്ചു കുലുക്കാൻ പോലും യാതൊരു വിധവും കഴിഞ്ഞിട്ടില്ല. പണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന PS ശ്രീധരൻപിള്ള പറഞ്ഞത്, ശബരിമല വിഷയം ആളിക്കത്തിച്ചാൽ നമുക്കതൊരു സുവർണ അവസരമാണ്, നമ്മളതിന്ന് നേട്ടം കൊയ്തെടുക്കണം എന്ന് അദ്ദേഹം പല കമ്മിറ്റികളിലും പറഞ്ഞത് വീഡിയോ സഹിതം ജനങ്ങൾ തെളിവോടെ കൈയോടെ പിടികൂടിയ സംഭവമായി തന്നെ അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ വയനാട്ടിലെ ക്യാമ്പയിൻ, അതിൻ്റെ ക്ലിപ്പിംഗ് ഉൾപ്പെടെയുള്ള തെളിവ് കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത് അതിനുമേലുള്ള നടപടിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള നീക്കമാണ് AICC ആലോചിക്കുന്നത്.